ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നതേ കുറച്ച് പ്ലസ് സൈസ് കുർത്തീസിൻ്റെ കുർത്തി പാൻറ്റ് സെറ്റ് ഉണ്ട്, കുർത്തി മാത്രമുണ്ട്, പാൻറ്റ് മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി അധികം തടിയൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഓൺലൈനിൽ നമുക്ക് സാധനങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ ഈ സൈസ് ഇപ്പോൾ XXL വരെയൊക്കെ പൊതുവെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ XXL നിന്നാണ് തുടങ്ങുന്നത്. ഇത് XXL ഇത് ഞാൻ മീഷോയിൽ നിന്നും ഷോപ്സിയിൽ നിന്നാണ് കേട്ടോ എല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതൊരു എന്താ പറയുക, ഒരു കുർത്തിയാണ്. XXLൻ്റെ ഒരു കുർത്തിയാണ്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിന് ലൈനിങ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, കുറച്ച് ലൂസുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി നമുക്ക് ഈ ഭാഗമൊക്കെ നല്ല ഫ്ലെയർ ഉണ്ട്, സ്ലിറ്റുണ്ട്. സ്ലിറ്റൊക്കെ ഇത്തിരി കീറിയിട്ടുള്ള സ്ലിറ്റില്ലേ, അങ്ങനത്തെ ഇതാണ്, ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇത്തിരി ലൂസാണെങ്കിലും ഇതിനെ എന്താ പറയുക, ഓൾട്ടർ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പ്രഗ്നൻസി സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എനിക്ക് ഉള്ളതാണ്. നമ്മൾ നേരിട്ട് കടയിൽ പോയിട്ട് ഒരു പാൻറ്റോ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രസ്സുകൾ കുറച്ചധികം ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്തിൽ അങ്ങോട്ട് ഫിനിഷിങ് കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് നൂലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. നല്ല ഇട്ട് നോക്കി, നല്ല കംഫർട്ടബിളാണ്. ലൈനിങ് ഇല്ല, ടോപ്പിലില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ ഒരു ഉള്ളിലൊരു സ്ലിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തേത് കേട്ടോ. ഇതടുത്തത് രണ്ടാമത്തെയാണ്. ഇത് ഞാൻ ഷോപ്സിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഷോപ്സിയിൽ നിന്ന് വാങ്ങിച്ച ഒരു കുർത്തി. ഇത് ശരിക്കും ഇത് പിങ്കാണ് കേട്ടോ. എൻ്റെ പീച്ച് പോലെയാണ് വീഡിയോയിൽ വരുന്നത്. ഇത് ശരിക്കും പിങ്കാണ് കളറ്, പിങ്ക്. ആൻഡ് ഇത് 46 ആണ് സൈസ് വരുന്നത്. അതുപോലെ എന്താ പറയുക, ഇതിൻ്റെ നേരത്തെ കാണിച്ചില്ലേ, ഇതിൻ്റെ റേറ്റ് പറയുന്നത് 484 ആണ്. 484 രൂപയ്ക്ക് നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടി. ദെൻ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത്. പാൻറ്റ് ഇതാണ്, സ്ട്രൈറ്റ് പാൻറ്റ്, സിഗരറ്റ് പാൻറ്റാണ്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡീറ്റെയിലിങ്, എൻഡിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. 3 ബട്ടണൊക്കെ കൊടുത്ത് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞാൻ ട്രൈ ചെയ്തതാണ് എല്ലാം. ഇത് കറക്റ്റ് എന്താ പറയുക, പാൻറ്റൊക്കെ കറക്റ്റാണ്, ഫിറ്റാണ്. ഇത് പിന്നെ XXL ആണ്. അതുകൊണ്ട് 46 സൈസ് XXL. ഇവിടെ ഒരു എക്സ്ട്രാ പീസൊന്നും വെച്ചിട്ടില്ല. പക്ഷേ എന്നാലും കംഫർട്ട് കുറവില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇത് വന്നത്. ഇപ്പോൾ ഈ ടോപ്പ് മാത്രം, ഒരു ടോപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാ വീഡിയോയും കൂടെ ഒന്നും ചെയ്യാൻ ചെയ്യും. പിന്നെ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം പാനയോ ചോക്കോ അങ്ങനെയുള്ള മാർക്കറൊക്കെ ഇടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇട്ടപ്പോഴും നല്ല ഒരു കംഫർട്ടബിളാണ്. പിന്നെ എനിക്ക് ആകെ ഒരു വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് ഇതിൻ്റെ നെക്കിൽ കൊടുത്തുള്ള ഈ ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷേ സ്റ്റിൽ ഓക്കെയാണ്. കഴുത്ത് ഒരുപാട് വൈഡായിട്ടൊന്നും പോയിട്ടില്ല. നമുക്കപ്പോൾ കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഇട്ട് നോക്കി, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്. സ്ലിറ്റുണ്ട്, ഇതിന് സ്ലിറ്റൊക്കെ ഉണ്ട്, ലൈനിങ് ഇല്ല. ഓക്കെ, അടുത്ത കഴിഞ്ഞു. ഇനിയെന്ന് പറഞ്ഞാൽ അറിയില്ല. ഇനിയെന്ന് പറയുന്നത് ഞാൻ ഷോപ്സിൽ നിന്ന് വാങ്ങിച്ച ഒരു ടോപ്പാണ്. ഇത് ചുമ്മാരിയടാ ലിയോ, ചുമ്മാരി. ഇത് നമ്മുടെ ലിയോ ആണ് കേട്ടോ. ലിയോ കൂട്ടാൻ ഇച്ചിരി കുറുമ്പുണ്ട്. ചെറിയ കുഞ്ഞായതുകൊണ്ട് അവനെല്ലാം അങ്ങനെ അനങ്ങണതൊക്കെ പിടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവൻ വിചാരിക്കുന്നത് ഇത് അവനെ കളിപ്പിക്കാൻ വേണ്ടി എന്തോ ചെയ്യണമെന്നാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നമുക്ക് സ്ലിറ്റൊന്നുമില്ല. നല്ല ഇടമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും XXL മതി. XXL ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് വയറിൻ്റെ ഭാഗത്തേക്ക് ഭയങ്കര ടൈറ്റ് വരുന്നു. അതുപോലെ എനിക്ക് ടോപ്പിനല്ല, ബോട്ടങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത് മെയിനായിട്ട്. എന്നാലും ടോപ്പുകൾ ഇരിക്കുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയതാണ്. ഇത് കുറച്ച് സൈസ് കൂടുതലാണ്. പിന്നെ ഇത് ഫീഡിങ് മോംസിന് പറ്റുന്ന ഒരിതാണ് കേട്ടോ. ഇതിനിങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്യാവോ, അതിനിങ്ങനെ ഇതെന്താ ഇൻവിസിബിൾ സിപ്പറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ബോത്ത് സൈഡുണ്ട്. അപ്പോൾ ഇത് ഫീഡിങ് മോംസിന് പറ്റുന്നതാണ്. പിന്നെ ഇത് ഭയങ്കര സൈസാണ്. ഇത് ആക്ച്വലി ഞാൻ ഓൾട്ടർ ചെയ്യണം. ഇതെന്തായാലും ഓൾട്ടർ ചെയ്യും. ഞാൻ ഓൾട്ടർ ചെയ്തിട്ടിടും. സൈഡ് കട്ട് ചെയ്ത് കളയില്ല. എന്താ വെച്ചാൽ എനിക്ക് ഇനിയും ഞാൻ സൈസ് വെക്കും. ഞാനിപ്പം 4th മന്ത് ആയിട്ടുള്ളൂ.
അപ്പോൾ ഇനിയും ഇടം വയ്ക്കുന്നതുകൊണ്ട് ആവശ്യം വരുന്നു. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ദെൻ ഇത് 4XL വേറെ ഒരു ടോപ്പും കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ടോപ്പിന് ഒരെണ്ണം 487, ഒരെണ്ണം 480. ഇത് ഒരെണ്ണം 487, ഇത് 480 ആണ് വന്നിട്ടുള്ളത്. ഇതിന് സ്ലിറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. 4XL ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതിലിവിടെ ഇപ്പോൾ ഒരുപാട് തടിയുള്ളവരൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ബ്രസ്റ്റ് സപ്പോർട്ടിന് വേണ്ടി ഇവിടെ ഒരു സ്ലിറ്റൊക്കെ കൊടുത്തിട്ട്, ഇവിടെ ഒരു സ്ലിറ്റല്ല ടക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഈ ഒരു യോക്ക് പോർഷനിലുള്ള ഡീറ്റെയിലിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കൈയൊക്കെ നമുക്ക് എന്താ പറയുക, എൽബോ കവർ ചെയ്ത് നിൽക്കുന്ന കൈകളാണ്. അപ്പോൾ ഇതും നല്ല കംഫർട്ടബിളാട്ടോ, നല്ല സുഖമുണ്ട് ഇടാനായിട്ട്. ലൈനിങ് ഇല്ല. ഇനിയിപ്പോൾ ലൈനിങ് ഞാൻ എന്തായാലും ഒരു ഉള്ളിലൊരു സ്ലിപ്പ് യൂസ് ചെയ്യാറുണ്ട് ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സ് ഇടുമ്പോൾ. അതുകൊണ്ട് നമ്മളിങ്ങനെ വിയർക്കുമ്പോഴൊക്കെ ഡ്രസ്സ് പുറകിൽ ഇങ്ങനെ വിയർപ്പ് പടർന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഉണ്ടാവില്ല, അത് പറ്റാത്തതുകൊണ്ട് സ്ലിപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്. പിന്നെ 2 പാൻറ്റാണ്. ഇത് സിഗരറ്റ് എന്താ പറയുക, സ്ട്രെയിറ്റ് പാൻസ് ആണ് നമ്മൾ ഓഫീസിൽ യൂസ് ചെയ്യുന്നത്. 5XL ആട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് എന്ന് പറയുന്നത്. 5XL ആണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഒരു പീസിന് 500 രൂപയാണ്. ഇത് 5XL എനിക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവേ ഷോപ്പിൽ നിന്ന് സ്ട്രെയിറ്റ് പാൻറ്റ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ് ഓഫീസിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നത്. ഞാൻ XXL എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയിരിക്കുമല്ലോ, XXL എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈയുടെ ഭാഗത്ത് ഭയങ്കര ടൈറ്റാണ്. വണ്ടിയിൽ കയറിയിരുന്ന് 2 വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇച്ചിരി പാട് വരാറുണ്ട്, ബുദ്ധിമുട്ടാണ്. അതായത് ആ ഭാഗമാണ് നമുക്ക് നാശമായി പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീറ്റിൻ്റെ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തുന്നുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ സൈസ് ഉപയോഗിക്കുന്നവർക്കറിയാം അത് ആ ഒരു പീസ് അവിടെ ഉള്ളതിൻ്റെ ഒരു കംഫർട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും പെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ കാണിച്ച ഒലീവ് ഗ്രീൻ പാൻറ്റിൻ്റെ തന്നെ അതേ റേറ്റുള്ള 500ൻ്റെ തന്നെ അടുത്തതാണ്. ഇതൊരു വൈറ്റാണ്, ഓഫ് വൈറ്റ് അല്ല, വൈറ്റ് തന്നെയാണ്. വൈറ്റിൻ്റെ കൂടെ നമ്മളെടുത്ത ഈ ഒരു കൈൻഡ് ഓഫ് ബ്ലൂ എന്നോ ഗ്രീനോ എന്ന് പറയുന്നത്, ബ്ലൂ അല്ലേ, ഓക്കെ. ഈ ഒരു ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ കുർത്തയും ടോപ്പുമായിട്ട്, കുർത്തയും പാൻറ്റുമായിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് കഴുത്തിലൊന്ന് ചുറ്റിയിടാൻ വേണ്ടിയിട്ട്, നമുക്ക് ബോഡി, ഇപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിലൊക്കെ ഇരിക്കുന്നവർക്ക് അറിയാം, നമുക്ക് ബ്രസ്റ്റ് പോർഷനൊക്കെ കുറച്ചും കൂടെ ഒരു മാറ്റങ്ങളൊക്കെ വരും. അപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഓപ്പണായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്ക് കുറച്ച് കംഫർട്ട്, ഞാൻ ഷോള് ഇടയ്ക്ക് എന്താ പറയുക, നമ്മൾ തടി അത്ര ഇല്ലാത്തപ്പോൾ നമ്മൾ ഷോൾ ഇടാറില്ല. പക്ഷേ ഇത് ഞാനിത്തിരി ഷോളല്ല, സ്റ്റോള് മാത്രമാണ്, ജസ്റ്റ് കഴുത്തിലൊന്ന് ചുറ്റിയിടാൻ വേണ്ടിയിട്ട് 2 എണ്ണം. ഞാൻ 180-ക്കാണ് കേട്ടോ ഇത് 2 എണ്ണം വാങ്ങിച്ചത്. ഇത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് മീഷോയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഒരു 5 മീറ്ററിൻ്റെ പോൾക്ക ഡോട്ട് ഡിസൈനുള്ള തുണി. ഇത് ചുമ്മാ 5 മീറ്ററും ഇത് തന്നെയാണ്, അത്യാവശ്യം വീതിയുണ്ട്. അപ്പോൾ ഇത്ര വീതി അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കൊരു കുർത്തി തുന്നണം, കുറച്ച് ഫ്ലെയറൊക്കെ ഉള്ളൊരു കുർത്തിയും പിന്നെ മോൾക്കൊരു ക്രോപ്പ് ടോപ്പും തുന്നണം എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് തുന്നുന്നതാണെങ്കിൽ ഞാനൊരു തവണ അപ്ഡേറ്റ് ചെയ്തിടാം. ഇത്രയാണ് അതിൻ്റെ ഇത് വരുന്നത്. 5 മീറ്റർ ലെങ്ത്തിൽ ത്രൂ ഔട്ട് പോൾക്ക ഡിസൈൻസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്ലസ് സൈസ് ഡ്രസ്സ് കിട്ടാനാണ് നമുക്ക് പൊതുവേ പാട്. ഇപ്പോൾ റിവ്യൂസും കുറവാണ്. ഇപ്പോൾ പ്ലസ് സൈസ് വാങ്ങിച്ചിട്ടുള്ള റിവ്യൂസൊക്കെ ഇടുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ഒരു കംഫർട്ടബിൾ സൈസിനകത്തായിരിക്കുമല്ലോ. എനിക്ക് ലാർജ് അല്ലെങ്കിൽ ചില ബ്രാൻഡിൻ്റെ ലാർജ് അല്ലെങ്കിൽ XL സൈസുകളാണ് പൊതുവെ ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക്
പാൻറ്റിൻ്റെ കാര്യത്തിലാണ് പൊതുവെ അളവ് കുറവ് കിട്ടാറ്. സോ അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇത്തിരി സൈസ് കൂടുതലുള്ളത് വാങ്ങിച്ചിട്ട് റിവ്യൂ ഇട്ടത് എന്താ വെച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് റിവ്യൂസ് ഒന്നും കിട്ടി. അല്ല, റിവ്യൂ മീൻസ് ഒരു ഇൻഫർമേഷൻ ഇടുന്നത് എന്താ വെച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് റിവ്യൂസ് വളരെ കുറവാണ് വന്നത് പ്ലസ് സൈസിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബൈയിങ് ലിങ്ക്സ് ഞാൻ നോക്കിയ ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് താഴെ ഇതിൻ്റെ ലിങ്ക്സ് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, എൻ്റെ ലിയോ മാറുന്നില്ലടാ.